എവിടെ നടിയായിട്ട് അയ്യോ ഞാൻ അണ്ണാച്ചിനെ എടുത്ത ചേച്ചി. അയ്യോ കളറില്ല. അണ്ണാച്ചിക്കോ? അയ്യോ അണ്ണാച്ചിക്കല്ല, നൈറ്റിക്ക്. നൈറ്റിക്കോ? എടി നിനക്ക് വേറൊരു പുള്ളിയില്ലായിരുന്നോ? അത് അണ്ണൻ പൊക്കിയില്ലേ ചേച്ചി? എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല. വേറെ നൈറ്റിയില്ലായിരുന്നു, പുള്ളി നൈറ്റി. അയ്യോ അതും കൊള്ളത്തില്ല, എടുത്ത് കളഞ്ഞതങ്ങനെ. നീ എന്താ താമസിച്ചേ? അടവുണ്ടായിരുന്നേ. പണിക്ക് വരാതിരിക്കാനോ? അങ്ങനെയാണോ പറയുന്നത്? ലോണിന് അടവുണ്ടായിരുന്നടി. എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന ATM-ന്റെ കാർഡിന്റെ ATM നമ്മുടെ കവലയില്ലല്ലോ. അതില്ല. അത് ഇവിടെ നമ്മൾ ഓട്ടോ വിളിച്ച് വേറെ കവലയിൽ പോകണം. ഇവിടുത്തെ ATM പൈസ എടുത്താൽ 24 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അന്നേരം അവിടെ ബുദ്ധി ചോദിച്ചടി. ഞാൻ അവിടെ ശശാണന്റെ ഓട്ടോ വിളിച്ചിട്ട് 60 രൂപ ഓട്ടോ അത് എടുത്തോണ്ട് വന്ന് ഞാൻ ഗിരിജയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ വരുന്നത്. ഓടി മണ്ടി ഇതൊന്നും ബുദ്ധിയല്ല, ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധി പരിപാടി. എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു ആഫീസിൽ ഒരു കാര്യത്തിന് പോയി. അവിടെ ചെന്നപ്പോ എന്നെ പറയും റേഷൻ കാർഡിൽ ഒരു കോപ്പി വേണം. റേഷൻ കാർഡിന്റെ കയ്യിലിരിക്കുവാന്നേ, കോപ്പി ഒരെണ്ണം വീട്ടിൽ ഇരിക്കും. നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പളേ, നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. പറയട്ടടി. അല്ലാതെ അശോകന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതാ പറഞ്ഞ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്റെ അടുത്ത് പറയരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നില്ല കേട്ടല്ലോ. ഏതാ അശോകന്റെയാ? അത് വടക്കേല്. അയ്യോ ഇവിടെ താഴെ. എടി നമ്മുടെ വടക്കേൽ അശോകനില്ലേ? അവന്റെ മോടെ കാര്യം എനിക്ക് അന്നേ അറിയാടി. അവിടെ മൂത്ത മോള് പോയപ്പോഴേ എനിക്കറിയാം ഇളയവളും പോവുമെന്ന്. ആണോ? അയ്യോ പിന്നെ ആ വീടിനെ കുറിച്ച് മൊത്തം ചരിത്രം എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിങ്ങനെ ഒന്നും ആരോടും പറയത്തില്ല. അതെന്താന്നറിയാവോ? എനിക്ക് ഈ പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. ഏതാടി നിന്റെ കാമുകൻ? ഈ കടയുടെ മോലാളി ആരാന്ന്? എത്ര കാലയാടാ തുടങ്ങിയിട്ട്? 5 വർഷമായിട്ട്. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്തുവാ? വാടകയ്ക്ക് കൊടുക്കണം, കാശ് ഉണ്ടാക്കണം. ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നാലും എന്റെ അടുത്ത് നിൽക്കാറുള്ളൂ, ഇരിക്കാറില്ല. അറിയാവോ? ഇന്നോട്ട് സംസാരിക്കും. അത്രയ്ക്ക് റെസ്പെക്ട് ആണോ? അല്ലല്ല, ഇവിടെ ഒരു സ്റ്റൂളേ ഉള്ളൂ, അതിൽ ഞാൻ ഇരിക്കുമല്ലേ. ആനക്കാരൻ മണിയന്റെ ഭാര്യയല്ലേ? അല്ലെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ 2 പിള്ളേരുടെ അമ്മ ഞാനാ. അതായത് പുള്ളി താലി കെട്ടിയ ആള്. താലിമിന്റെ കെട്ടിയൊന്നുമില്ലെന്നേ. താലി കെട്ടാതെ പിന്നെ അങ്ങനെ 2 പിള്ളേരുണ്ടാവുന്നത്? അതിപ്പോ നമ്മൾ നിസാരം വെള്ളത്തിൽ നിന്നാണല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നു. അതുപോലെ ഇതും അങ്ങ് വിശ്വസിച്ചാൽ മതി കേട്ടോ. കുഞ്ഞിനെ ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചിട്ട് ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനോ? എന്താ എറിഞ്ഞു പൊട്ടിക്കാനോ? ഈ നാട്ടില് മൊത്തം പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുക.